മഞ്ഞൊക്കെ പോയത് കൊണ്ട് രാവിലെ തന്നെ നല്ല വെയില് തുടങ്ങി. അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് ചേട്ടന് വർക്കുണ്ട്. ഉച്ചയ്ക്ക് എന്ത് കൊടുത്തു വിടുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. വേഗം പല്ല് തേക്കാൻ പോയിട്ട് പല്ലൊക്കെ തേച്ച് വന്ന് ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ നമ്മടത്തെ നാട്ടിലെ പോലെയല്ല, ഉച്ചയ്ക്ക് ചോറ്, കറി, ഉപ്പേരി ഇതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. തൽക്കാലം ഇപ്പൊ ദോശയും കുറച്ച് കറിയും കൊടുത്തുവിടാം. ദോശക്കുള്ള കറി വേഗം ബോക്സിലാക്കി കൊടുത്തു. ബാക്കി ദോശയൊക്കെ ഏട്ടൻ തന്നെ ബോക്സിലാക്കി. പിന്നെ കുറച്ച് ഉണക്കമാങ്ങ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു, അത് ഫ്രണ്ട്സിനും കൊടുത്തു വിട്ടു. പിന്നെ സമയമായതുകൊണ്ട് അവര് വേഗം ഇറങ്ങി. ടാറ്റയൊക്കെ തന്ന് അവര് പോയി. അവരെ പറഞ്ഞു വിട്ട് ഉള്ളിലേക്ക് വന്നപ്പോഴാണ് ദോശ അടുപ്പത്തിരിക്കണത് ഓർമ്മ വന്ന്. പോയി നോക്കുമ്പോഴേക്കും അത് കരിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊക്കെ എടുത്തു മാറ്റി. പിന്നെ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു. പാത്രം കഴുകി വെച്ച് ചോറിനുള്ള അരി തിളപ്പിക്കാനിട്ടു. അതിനുശേഷം ഞാൻ കുറച്ച് കഴിക്കാൻ വിചാരിച്ചിട്ട് 2 ദോശയും കുറച്ച് ചമ്മന്തി എടുത്തിട്ട് ഞാൻ കഴിക്കുകയും ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അമ്മമ്മയുടെ ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ അതിനെ ആലോചിച്ച് എന്റെ ഈ ചമ്മന്തിന്ന് പേരുള്ള ഈ സാധനം വെച്ച് ഞാൻ കൂട്ടി കഴിച്ചു. ഉപ്പേരിക്കുള്ള കുറച്ച് ക്യാബേജ് എടുത്ത് ചീകി. പിന്നെ കുറച്ച് തൈര് എടുത്ത് അത് കലക്കി വെച്ചു, മോര് കാച്ചാൻ വേണ്ടിയിട്ടാ. വേഗം പോയി കുളിച്ച് ഞാൻ കഴിക്കാൻ വന്നു. ഇന്ന് കഴിക്കാൻ ചോറും മോര് കാച്ചിയതും ക്യാബേജ് ഉപ്പേരിയാണ്. അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം. ബായ്.